ആയാലും ഖത്തം കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല എന്നാണ്. ഖത്തം കംപ്ലീറ്റ് ആക്കാം. മനസ്സിലാക്കേണ്ടത് ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അൽസുന്നത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹൈലുള്ള സ്ത്രീകൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. നമ്മളെന്തായാലും ഖുർആൻ സ്പർശിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം, മുസ്ഹഫ് സ്പർശിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ എങ്ങനെയാണ് പാരായണം ചെയ്യുക? ഹിഫ്ളിൽ നിന്ന് പാരായണം ചെയ്യാം. അതല്ലെങ്കിൽ ഒരാൾക്ക് മൊബൈൽ പോലത്തെ കാര്യങ്ങളിൽ നിന്ന് പാരായണം ചെയ്യാം. അതല്ലെങ്കിൽ കയ്യിൽ ഗ്ലൗസോ മറ്റോ ധരിച്ചുകൊണ്ട് മുസ്ഹഫ് തന്നെ നേരിട്ടല്ലാത്ത രൂപത്തിൽ സ്പർശിക്കാം. ഈ നിലക്ക് പീരിയഡ്സ് ഉള്ള സ്ത്രീകൾക്ക് അവൾക്ക് ഖത്തമും പൂർത്തിയാക്കാം, അതേപോലെ തന്നെ ഹിഫ്ള് പഠിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? അത് നേരിട്ട് സ്പർശിക്കാൻ പാടില്ല. എന്നാൽ ജനാബത്തുകാർ ഖുർആൻ ഓതാൻ തന്നെ പാടില്ല. ഇദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഹൈല് നിഫാസ് ഒക്കെ ഉള്ളപ്പോൾ ഖുർആനായിട്ട് തന്നെ ഓതാം, ഖത്തം തീർക്കാം, അതുപോലെ തന്നെ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ഖുർആൻ സ്പർശിക്കാം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവരുടെ അഭിപ്രായങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാഫി ഇമാം പോലും പറഞ്ഞു, ജനാബത്തുള്ള, ഹൈദുള്ള, നിഫാസുള്ള സമയത്ത് ഖുർആൻ തൊടാനോ സ്പർശിക്കാനോ ഖുർആനായി പാരായണം ചെയ്യാനോ സാധ്യമല്ല. അത് തനിച്ച ഹറാമ് തന്നെയാണ്. എന്നാൽ ഖുർആൻ നോക്കാതെ തൊടാതെ മനപ്പാടമുള്ളതിനെ ദിക്ർ എന്ന നിലക്ക് നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലുന്ന ബിസ്മി അത് സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ലേ? അതുപോലെ തന്നെ ആയത്ത് കുർസി നമ്മൾ ഉറങ്ങുമ്പോൾ പാരായണം ചെയ്യും, അത് സൂറത്തുൽ ബഖറയിൽ പെട്ടതല്ലേ? അങ്ങനെയുള്ള നമ്മൾ പതിവാക്കി ചെല്ലുന്ന ചില ആയത്തുകൾ നമുക്ക് ദിക്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിൽ കണ്ട് ചൊല്ലാൻ പറ്റും. അതിൽ പ്രയാസമില്ല. അല്ലാതെ ഖുർആനാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഖുർആനാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഒരു ചെറിയ ആയത്ത് പോലും നമുക്ക് അശുദ്ധി സമയത്ത് പാരായണം ചെയ്യാൻ പറ്റുകയില്ല. ഇവിടെ പലരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി ഖുർആൻ എടുക്കാം, അത് അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ചില ഉമ്മമാര് ആ ഉമ്മമാരുടെ ആവശ്യത്തിന് വേണ്ടി മോളെ ആ ഖുർആൻ എടുത്തേ എന്ന് പറഞ്ഞ് എടുപ്പിക്കാറുണ്ട്. അവിടെ ചിന്ത എന്താ? കുട്ടികൾക്ക് പ്രശ്നമില്ലല്ലോ, ഒന്നും വേണ്ടാലോ എന്നല്ലേ? അത് പഠിക്കുന്ന സമയത്ത് പഠനാവശ്യത്തിന് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കുട്ടികളെ കൊണ്ട് ഖുർആൻ എടുപ്പിക്കൽ തെറ്റു തന്നെയാണ്. ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. ഈ അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മുഅ്മിനീങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറട്ടെ.